എല്ലാവർക്കും ക്ഷീരദിനാശംസകൾ. പിന്നെ എന്തൊക്കെയായിരുന്നു പുകിലല്ലേ? വെള്ളാപ്പള്ളിയെ പിണറായി കാറിൽ കയറ്റുന്നു, വെള്ളാപ്പള്ളി വർഗീയ വിഷം ചീറ്റുന്നു, വെള്ളാപ്പള്ളി മലപ്പുറത്തെ പറഞ്ഞു, പാണക്കാട്ട് തെങ്ങന്മാരെ പറഞ്ഞു. പറഞ്ഞതൊക്കെ തന്നെയാണ്. പാണക്കാട്ട് തെങ്ങന്മാരെ പറഞ്ഞതും മലപ്പുറത്തെ പറഞ്ഞതും ഇതൊക്കെ ശരി തന്നെയാണ്. ഇതൊക്കെ ചൂണ്ടിക്കാണിച്ച് തന്നെയാണല്ലോ സതീശനും കൂട്ടരും അധികാരത്തിൽ വന്നത്, ലീഗിനെ ഉപയോഗപ്പെടുത്തി. പക്ഷേ അതേ വെള്ളാപ്പള്ളിയുമായിട്ടാണ് ഇപ്പോൾ ഈ സതീശനും കൂട്ടരും മുന്നോട്ട് പോകുന്നുള്ളത്. അവരെ ഷാളണിയിക്കുന്നു, അവരെ വീട്ടിൽ പോകുന്നു. കാരണം അത് പോകാതിരിക്കാൻ പറ്റത്തില്ല. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം, എൻ്റെ വീഡിയോയിൽ തന്നെ ഞാൻ ഇത് പറയുന്നുണ്ട്. അപ്പോൾ ഡീൽ ഓർ ഡീൽ, അതല്ലാതെ വേറൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ മതേതരത്തിനെതിരെ സംസാരിക്കുക, വേറൊരാളെ കൊണ്ട് വിദ്വേഷം പ്രസംഗിപ്പിക്കുക, പിറ്റേ ആഴ്ച അയാൾക്ക് പോയി പൊന്നാടയിടുക, അങ്ങനെ ചെയ്യരുത്. കേരളത്തിൽ 10 വർഷത്തിന് ശേഷം നിങ്ങൾക്ക് ഭരണം കിട്ടാൻ നിങ്ങളെ സഹായിച്ചവരാണ് അവർ വർഗീയ വിഷം തുപ്പിയത് നിങ്ങളുടെ തിരക്കഥയുടെ ഭാഗമായിട്ടാണ്. അവർ ആദരിക്കുന്ന പാണക്കാട് തങ്ങന്മാരെ വളരെ മൃഗീയമായിട്ട് മോശമായിട്ട് ചിത്രീകരിച്ചതും സതീശ, നീ അടക്കമുള്ള BJP-കാരടക്കമുള്ള ആളുകളുടെ തിരക്കഥയുടെ ഭാഗമായിട്ടാണ്. പക്ഷെ അതറിയാതെ പോയി, പിണറായിക്കും കൂട്ടർക്കും അത് അറിയാതെ പോയി എന്നുള്ളത് വലിയൊരു തെറ്റ് തന്നെയാണ്. അതിനുള്ള ശിക്ഷ പിണറായിയും കൂട്ടരും അനുഭവിച്ചു. LDF-ന് ഭരണം നഷ്ടപ്പെട്ടു. നല്ലൊരു ഭരണം കാഴ്ചവെച്ചിട്ടും അത് നഷ്ടപ്പെട്ടു. പക്ഷേ ആ LDF-ന്റെ ഭരണം നഷ്ടപ്പെടുവാൻ നിങ്ങൾക്ക് കാരണക്കാരായിട്ട് നിന്നത് ഈ വെള്ളാപ്പള്ളിന്റെ കുടുംബവുമാണ്. അവർ കനിഞ്ഞതുകൊണ്ടും അവർ ആ കക്കൂസുവ തുറന്നുകൊണ്ടും മാത്രമാണ് സതീശ നീ മുഖ്യമന്ത്രിയായതെന്നുള്ള കാര്യത്തിൽ ഇപ്പം ഞങ്ങൾക്കൊരു സംശയമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന വെള്ളാപ്പള്ളിയും ബന്ധപ്പെട്ട ആളുകളും പുണ്യാളന്മാരാണല്ലേ. മുസ്ലിം ലീഗിന് ഇത് വലിയൊരു അമർഷവും വിദ്വേഷവും ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ മുസ്ലിമിനെ സംബന്ധിച്ചോളം ഒരു അക്ഷരം മുസ്ലിം ലീഗിന് മിണ്ടാൻ പറ്റുകയില്ല. കാരണം ഈ UDF എന്ന ടീമിൻ്റെ അന്തസ്ത് കാക്കേണ്ട കടമ, ചുമതല അത് മുസ്ലിം ലീഗിനായതുകൊണ്ട് അവരിപ്പോൾ തൽക്കാലം സതീശനെ വിമർശിക്കാനും നിൽക്കുകയില്ല. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ വലിയ അമർഷവും വിദ്വേഷവും സതീശനെതിരെ ഉണ്ട് എന്ന് നല്ലതുപോലെ ഞങ്ങൾക്കറിയാം.